വടക്കാഞ്ചേരി നഗരസഭയിലെ മംഗലം കനാൽ പാലം പരിസരത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ 25, 26 ഡിവിഷനുകളിൽ ഉൾപ്പെട്ട വീടുകളിലെ കിണറുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സൂപ്പർ ക്ലോറിനേഷൻ നടത്തി. ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള 4 സംഘങ്ങൾ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പാർലിക്കാട്, മംഗലം ഭാഗങ്ങളിലെ 100-ലധികം വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. നിലവിൽ രോഗം റിപ്പോർട്ട് ചെയ്ത 4 വയസ്സും 7 വയസ്സും പ്രായമുള്ള കുട്ടികൾ തിങ്കളാഴ്ച ആശുപത്രി വിട്ടു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. എങ്കിലും അതീവ ജാഗ്രത തുടരാനും ശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും കർശനമാക്കാനും അധികൃതർ തീരുമാനിച്ചു. പനി എന്തെങ്കിലും കണ്ട ഡോക്ടറെ കാണിക്കണം. പിന്നെ വയറിളക്കം കണ്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടറുടെ ഏരിയ ചെല്ലും. ഞങ്ങൾ ഇന്ന ഏരിയ എന്നാണ് പറയുന്നത്, ഷിഗല്ലയുടെ ഏരിയ എന്നാണ് വന്നതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈയും നന്നായി സോപ്പിട്ട് കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മുമ്പും ടോയ്ലറ്റിൽ പോയി വന്ന ശേഷവും കൈ നല്ല വൃത്തിയായി കഴുകണം. ഭക്ഷണം പാകം ചെയ്യുന്നതിനേക്കാളും മുമ്പും നല്ല വൃത്തിയായിട്ട് കഴുകണം. കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യക്തി ശുചിത്വം നന്നായി ശ്രദ്ധിക്കണം. എന്തെങ്കിലും അസുഖം വന്നു വേണ്ട ഡോക്ടറെ പ്രത്യേകിച്ച് പോയി കാണുന്നതാണ് കേട്ടോ. ഡിവിഷനുകളിലെ മുഴുവൻ കിണറുകളും സൂപ്പർ ക്ലോറിനേഷനിലൂടെ ശുദ്ധീകരിച്ച ശേഷമേ കുടിവെള്ളത്തിനായി ശുദ്ധജലം ജനങ്ങൾക്ക് ലഭ്യമാക്കൂവെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ബിജോയ് പറഞ്ഞു. മംഗലം അതുപോലെ പാർലിക്കാട് പ്രദേശങ്ങളിൽ ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 25ഓളം ആശമാർ ഇറങ്ങിയിട്ട് നമ്മൾ മുഴുവൻ കുടിവെള്ള കിണറുകളും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കിണറുകളും ശുചീകരണ നടപടികൾ പൂർത്തീകരിച്ച് ഡിവിഷനിലെ മുഴുവൻ കിണറുകളും ശുചിത്വശീലത്തോടു കൂടി മാത്രമേ ഇനി ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ ലഭ്യമാക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വടക്കാഞ്ചേരി നഗരസഭയും കൂടിയാണ്. ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ വാർഡ് കൗൺസിലർമാരും ഞങ്ങളുടെ സ്ക്വാഡിൻ്റെ ഒപ്പം ഇവിടെ പ്രവൃത്തി നടത്തുന്നുണ്ട്. നിലവിൽ കുട്ടികൾ സേഫാണ്. ഇപ്പോൾ 2 പേരും വീട്ടിലാണ്. ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ വേറെ കേസുകളൊന്നും ആ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ ആ 2 കേസുകളും മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടി അവർക്ക് സുഖമായിട്ട് വരുന്നു. മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബന്ധപ്പെട്ട വാർഡുകളിലെ കൗൺസിലർമാരും ആശാപ്രവർത്തകരും ഇതിനായി സജീവമായി രംഗത്തുണ്ട്.